എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ സൈക്കിള് ഏകദേശം സത്യം പറയുകയാണെങ്കിൽ 3 ദിവസമായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നു സൈക്കിളൊന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ പോളിഗണിൻ്റെ സിസ്ക്യൂ D7 എന്ന് പറഞ്ഞ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഫുൾ സസ്പെൻഷൻ സൈക്കിളാണ്. ഇതിനെന്തെന്ന പേരിടുക, സിസ്ക്യൂ D7 പോളിഗൺ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാട്ടാ. മറ്റേ നമ്മുടെ മാരിയുട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓമനപ്പേര് ഇങ്ങനെ വിളിക്കാറുണ്ട്. ഇത് ഞാൻ എന്ത് വിളിക്കും എന്നുള്ളൊരു ഇതാണ്, കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. ബൈ ദ വേ ഇതാണ് നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ. സോ ഞാൻ ഒരു കിലോമീറ്റർ അങ്ങനെ ഇത് റൈഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇതൊക്കെ അനിയൻ കൊണ്ട് ചെളിയാക്കിയതാണ്. ഇന്ന് നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് സൈക്കിളിൽ PPF ഒട്ടിക്കാൻ പോവാണ്. അതെ ഗൈസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മൾ സൈക്കിളിൽ PPF ഒട്ടിക്കാൻ പോവാണ് ഫ്രം നാക്ക് കേട്ടോ. നാക്കിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ PPF ഒട്ടിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ ബാക്കി ടോർച്ചറിങ് ചെയ്യാൻ പോകുന്നതിനേക്കാട്ടും മുന്നേ, അതിനെ പീഡിപ്പിക്കുന്നതിനേക്കാട്ടും മുന്നേ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ. ഈ സാധനം എന്തെങ്കിലും കോറലും കാര്യങ്ങളൊന്നും വരണ്ട എന്നുള്ളത്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും കോറലും കാര്യങ്ങളൊക്കെ വരും. സോ അതിനെ മാക്സിമം ടോർച്ചർ ചെയ്യുന്നതിനേക്കാട്ടും മുന്നേ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഈ സുഹൃത്തുക്കളെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. നാക്കിൻ്റെ ആണ് കേട്ടോ. നമ്മൾ മുന്നേ ഒരു പ്രമോഷൻ വർക്കായിട്ട് നമ്മൾ ഇവരുടെ ബ്രാൻഡ് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെയാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ഐ ബോട്ട് ഇറ്റ് ഫ്രം ദം. നാക്ക് ആണ് ഇതിൻ്റെ ഇത് വരെ കേട്ടോ. സോ ലെറ്റ്സ് അൺബോക്സ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ നാക്കിൻ്റെ പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. നിങ്ങൾ സൈക്കിൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ ഒരു പ്രീമിയം സൈക്കിളാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് ഗൈസ്. ബെസ്റ്റ് സാധനമാണ് കേട്ടോ, കിട്ടില്ല സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവരുടെ തന്നെ സാധനം ചെയ്തത്, എടുത്തതും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവരുടെ സാധനം എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ നോക്കാനുള്ളത് കേട്ടോ. മോനെ പൊളിച്ച് ഞാൻ ബ്ലാക്ക് സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത്. വേറെ വല്ലതും ഉണ്ടോ? ഇതെന്താ സാധനം? ഇതെന്തോ ഉണ്ടെന്നുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ സാധനം വരുന്നത് കേട്ടോ. നോക്കി, നിങ്ങൾക്ക് കാണാട്ടാ. ഞാനത് പൊളിച്ച് കാട്ടി തരാം കേട്ടാ. ഇതാണ് മെയിൻ സാധനം കേട്ടാ. ഇതാണ് മെയിൻ സാധനം വരുന്നത്. എനിക്ക് കത്രി കൊണ്ട് ഇങ്ങനെ ക്ഷമയിൽ പൊട്ടിക്കാനുള്ള ഇതില്ല കേസ്. ഇതാണ് സാധനം വരുന്നത്. ഇതാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടാ. ഇതാണ് നമ്മുടെ സാധനം. ഇതെന്തിനാണെന്നറിയോ? ഇത് ഡൗൺ ട്യൂബ് അതുപോലെ തന്നെ ടോപ്പ് ട്യൂബ് അങ്ങനെ തീർന്ന കാര്യങ്ങളൊക്കെയാണ് ഉണ്ട്. അതായത് ഞാൻ പൊളിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെ സംഭവം എന്നുള്ളത്. ട്രാൻസ്പാരൻ്റ് ആണോ? ട്രാൻസ്പാരൻ്റ് അല്ലല്ലോ ഇത്. നോക്കട്ടെ കേട്ടാ. സോ ഇതാണ് അടുത്ത സാധനം വരുന്നത്. പ്രൊഡക്റ്റ് ഇതാണ് വരുന്നത് കേട്ടാ. നാക്കിൻ്റെ ആർമറാണ്. ഡിഫൻഡർ ആണ് കേട്ടാ. ഡിഫൻഡർ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഡിഫൻഡർ വാങ്ങിയിരിക്കുകയാണ്. ഡിഫൻഡറാണ് ഇത് വരുന്നത്. ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ, പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഈ സാധനം അവൈലബിലിറ്റി നല്ല കൂടുതലായിട്ട്. നമ്മുടെ ഇതിൽ കുറച്ച് പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അവർ ഫസ്റ്റ് മോഡിഫിക്കേഷൻ നമ്മുടെ ബൈക്കിൻ്റെ വിൽ ബി ഇതായിരിക്കും കേട്ടോ, മഡ് ഗാർഡ്. കുറേ പേര് നമ്മളോട് പറയാറുള്ളതാണ് മഡ് ഗാർഡ് എന്താ വെക്കാത്തതെന്ന്. സോ അവർക്കുള്ള ഒരു ഇതാണ് ഗൈസ്. നോക്കിയ സ്റ്റിക്കേഴ്സ്, നോക്കിയേ മോനെ സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ. ഐ വിൽ ബ്രേക്ക് ടെസ്റ്റ് യു ഡോണ്ട് ട്രൈ this at home, dream machine, freedom, send it, trial finder, stay wild, certified crash dummy, MTV hashtag. മോനെ പൊളിച്ച് അടിപൊളി. ഇതാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. ഇതാണ് നമ്മുടെ ബൈക്കുമ്പോൾ വരാട്ടോ, നമ്മുടെ മഡ് ഗാർഡ്. ഇതാണ് മഡ് ഗാർഡ് വരുന്നത്. ഇങ്ങനെയാണ് വരാ ലൈക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ബാക്കിൽ ഇവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും വരാട്ടാ നമ്മുടെ ബൈക്കിൽ. സോ ഇതാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് നല്ല മണം. ഇത് ഞാൻ വെക്കണമെന്നുണ്ടായിരുന്നു, മാരന്മ വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മാരൻ്റെ പണിയായി. ഇതൊക്കെ സൈക്കിൾ വാങ്ങുന്ന സമയത്ത് നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ സിപ്പ് ടൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ സാധനം. ഇതാണ് ക്ലിയർ ഫ്രെയിം പ്രൊട്ടക്ടർ കേട്ടോ. ഇതാണ് സൈക്കിളിൻ്റെ PPF എന്ന് പറയുന്ന സാധനം. ഈ PPF ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. സോ അത് അപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന്
പൊളിച്ചിട്ട് അൺബോക്സ് ചെയ്തിട്ട് കാട്ടിത്തരാം എന്താ സംഭവം എന്ന് വരുന്നത് കേട്ടോ. PPF സൈക്കിളും ഒട്ടിക്കുന്ന സൈക്കിളിൻ്റെ ഓരോ അളവിനുമുള്ള PPF ആണ് വരുന്നത് കേട്ടോ. ഇത് ഫുള്ള് വരുന്നത് ഇതാ, ഒരു ഉദാഹരണം ഞാൻ കാട്ടിത്തരാം. ഇതാ ഇതിപ്പോൾ വരുന്നത് നമ്മുടെ ഡൗൺ ട്യൂബിൻ്റെ അവിടെയൊക്കെ വരുന്ന സാധനമാണ് ഇത് രണ്ടും വരുന്നത്. ഇത് രണ്ടും ഡൗൺ ട്യൂബ്, ഇത് ചെയിൻ സ്റ്റേ, അങ്ങനെ ഓരോ ഭാഗങ്ങൾ കേട്ടോ. ഞാൻ കാട്ടിത്തരാം ഓരോന്ന്. അപ്പോൾ ഇതെല്ലാമാണ് അവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. എസെൻഷ്യൽ തിങ്സ് ആണ് ഒരു സൈക്കിളിന് ആവശ്യമായിട്ടുള്ളത്, ഒരു ബൈക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. സോ ഓരോന്നും ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാറുണ്ട്. നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം വരണത്. സോ ആദ്യം ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് റഗഡ് ആർമറാണ് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ചെയിൻ സ്റ്റേഡിയം അതുപോലെ തന്നെ സീറ്റ് സ്റ്റേ ഇതിൻ്റെ ഇവിടെയും ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചെളി അടിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് കയറാം. അപ്പോൾ ഇവിടേക്ക് വരാതിരിക്കാനുള്ള സാധനമാണ് നമ്മൾ ഒട്ടിക്കണത് കേട്ടോ. ഇവിടേക്കും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കൊക്കെ, ഈ നിലത്തുള്ള ഭാഗം, ഈ സാധനം ഫുള്ള് കവർ ചെയ്യാൻ പോകാണ് കേട്ടോ. മഡ് ഗാർഡ് ഉണ്ട് സ്റ്റിൽ, അതാണ് ഫസ്റ്റത്തെ പരിപാടി വരണത്. ഒട്ടിക്കുന്നതെല്ലാം ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ സൈക്കിളെല്ലാം ഒന്ന് കഴുകി. ഞാൻ സൈക്കിൾ ഉപയോഗിച്ചിട്ടില്ല, എന്നാലും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ക്ലീൻ ആയിരിക്കണം ബൈക്ക്. അതുപോലെ തന്നെ ഒരു എയർ ബബിൾ പോലും ഉണ്ടാവാൻ പാടില്ല ഇത് ഒട്ടിക്കുന്ന സമയത്ത് കേട്ടോ. അതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ. സോ ഞാൻ ആദ്യം ഒട്ടിക്കാൻ പോകുന്നത് റഗഡ് ആയിട്ടുള്ള കുറച്ച് ഒരു റഗഡ് മെറ്റീരിയലാണ് ആദ്യത്തെ ഒട്ടിക്കാൻ പോണത്. അത് സീറ്റ് ട്യൂബിൻ്റെ താഴെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. അത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇതുകൾ പോണത്. നമ്മൾ ഇത് ഏകദേശം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണ് നിങ്ങൾക്ക് കാട്ടണത് കേട്ടോ. അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് മഡ് ഗാർഡ് വെക്കലായിരുന്നു. മഡ് ഗാർഡ് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ മഡ് ഗാർഡ് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയൊരു പ്രൊട്ടക്ഷൻ, ഫുള്ളി അല്ലെങ്കിലും ചെറിയതായിട്ടുള്ളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് മഡ് ഗാർഡും വെക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ഈ രണ്ട് മഡ് ഗാർഡിനും കൂടിയിട്ട് നമുക്കൊരു 6 സിപ്പ് ടൈ ഉണ്ടായിരുന്നു കേട്ടോ. സിപ്പ് ടൈം അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ടു ഇൻസ്റ്റാൾ ആണ്. നമുക്ക് ഈ ഒരു മഡ് ഗാർഡ് വെച്ച് ശീലമുള്ളവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മഡ് ഗാർഡ് വെക്കാൻ പറ്റിയിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് അപ്സൈഡ് ഡൗൺ ആയിട്ട് സൈക്കിൾ എടുത്ത് വെച്ചിട്ട് ഡൗൺ ട്യൂബിൻ്റെ ഇവിടെയാണ് ചെയ്യാൻ പോണത് കേട്ടോ. ഇവിടെ പോളിഗണിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റഗഡ് സാധനം നമ്മൾ ഇനി ഇവിടെ ഒട്ടിക്കാൻ പോണത് കേട്ടോ. ഈ ഒരു സൈഡ് ഫുൾ ഒട്ടിക്കാൻ പോണത്. അതിൻ്റെ ഇടയിൽ കണ്ടതാണ് QC പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടു കേട്ടോ. QC പാസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എന്തോ അവരുടെ ടെസ്റ്റ് പാസ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് ഇത് QC പാസ്ഡ് എന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനെക്കാട്ടും മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം കേട്ടോ. സ്പ്രേ ചെയ്യണത് വേറെ ഒന്നിനല്ല, ജസ്റ്റ് ഒന്ന് ഇത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഒട്ടിക്കാമല്ലോ. ഇനി ഈ സാധനം ഊരലും പിടിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒന്ന് തുടച്ചേക്കാം. ബൈക്കിൻ്റെ മെയിനായിട്ടുള്ള പാർട്സിലൊക്കെ റഗഡായിട്ടുള്ള ഒരു PPF മെറ്റീരിയൽ ഒട്ടിക്കാനാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഉണ്ട്, നേരത്തെ കണ്ടില്ല അൺബോക്സ് ചെയ്തപ്പോൾ. അപ്പോൾ ഞാൻ കരുതിയത് ഡൗൺ ട്യൂബിലൊക്കെ നല്ലോണം കല്ലും മണ്ണൊക്കെ അടിച്ച് കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഫ്രെയിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു റഗഡായിട്ടുള്ള PPF സെറ്റപ്പ് ചെയ്യണതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നാക്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എനിക്ക് 2500 രൂപയ്ക്ക് അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഓഫർ പ്രൈസിന് അവർക്ക് കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് ഫിക്സ് ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഒറ്റ എക്സ്റ്റൻഷൻ ആയിട്ടും ചെയ്യാൻ പറ്റും. സോ ആദ്യം തന്നെ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബബിൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ബബിൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജസൊക്കെ വിട്ട് പോരും. അപ്പോൾ ബബിൾ ഇല്ലാതെ വേണം നമ്മൾ ഈ സാധനം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള ടൂള് വരെ അവർ തരുന്നുണ്ട് കേട്ടോ. ഇതൊരു കോംബോ പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് വരിക. ഇവരുടെ നാക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അല്ലെങ്കിൽ വെബ്സൈറ്റിലും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്കുള്ളത് ഈ എക്സ്റ്റൻഷൻസ് ആണ്. ഈ ഏരോ മാർക്ക് പോലെ നിങ്ങൾക്ക് കാണാനുണ്ട്, വിസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഏരോ മാർക്ക് പോലെ ഒരു 3 എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് ഒരെണ്ണം ഇവിടെ ഒരു എക്സ്റ്റൻഷൻ, ഈ ഏരോ മാർക്ക് കണ്ട ഇവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ടും വയ്ക്കാം. അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ എക്സ്ട്രാ ഇവിടേക്കും കയറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കവറായി കിട്ടും നമുക്ക് ഈ സാധനം. അപ്പോൾ അടുത്തത് ഈ സാധനം നമുക്ക് ഊരിയിട്ട് ഞാൻ ജസ്റ്റ് കാട്ടി തരാം കേട്ടോ. കിടിലൻ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ റിയലി ലവ്ഡ് ഇറ്റ് ഗൈസ്. ഈ സാധനം, ഈ എക്സ്റ്റൻഷൻ നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്ട്രാ കിട്ടും. അതുപോലെ തന്നെ അവിടെയും കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. നമുക്ക് എക്സ്റ്റൻഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഇത്.
സോ ഇപ്പോൾ നമ്മൾ റഗഡായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്ട്രീമായിട്ട് കംപ്ലൈൻറ്റ് വരുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ റഗഡ് ഇത് വെച്ചിട്ട് പ്രൊട്ടക്ഷൻ PPF പ്രൊട്ടക്ഷൻ വെച്ചിട്ട് നമ്മൾ ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫിലിം വെച്ചിട്ട്. റഗഡായിട്ടുള്ള ഈ പ്രൊട്ടക്ടർ കേട്ടോ, സാധനം ഭയങ്കര റഫാണ്. ഒന്ന് നമ്മുടെ സീറ്റ് ട്യൂബിൻ്റെ ഈ സൈഡ് ഭാഗം, കാരണം ചെളി ഫുള്ള് ഇങ്ങോട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്കൊക്കെ എന്തായാലും വരും, അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ അടിയിൽ PPF ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലും PPF ഫിക്സ് ചെയ്തിട്ട് ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ആ ഒരു മെയിൻ പ്രൊട്ടക്ഷൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്തത് നമുക്ക് എക്സ്ട്രാ ഇതുണ്ട് കേട്ടോ. എക്സ്ട്രാ 1-2 ഇത് കൂടിയും ഉണ്ട്. അത് നമുക്ക് ഫ്യൂച്ചർ റൈഡിൽ ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്പോട്ടുകൾ നോക്കിയിട്ട് അവിടെയൊക്കെ നമുക്ക് ഈ സാധനം ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എൻ്റെ അറിവിലാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയാം കേട്ടോ. ബ്രോ ഇന്ന സ്ഥലത്തോടെയും വെച്ചോ, എനിക്കത് അനുഭവമുണ്ട്, അവിടെയും ചെളി വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരണത് ഈ പ്ലെയിൻ ഫിലിമുകളാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ഫിലിമുകളാണ്. ഇതാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ഇത് ആക്ച്വലി നമുക്ക് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ടോപ്പ് ട്യൂബ് ഫസ്റ്റത്തെ ഇത് ടോപ്പ് ട്യൂബിമാണ് വരുന്നത് കേട്ടോ. ഈ നമ്മൾ ഡൗൺ ട്യൂബിൽ കാണിച്ചത് ഇവിടെ ഫിലിം പ്രൊട്ടക്ഷൻ ആദ്യം ഇവിടെ ഒട്ടിക്കണം. അതിന് കുറച്ച് വെള്ളം തേച്ചിട്ട് വേണം ഈ സാധനം PPF അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇതാണ് ക്ലിയർ ഫ്രെയിം പ്രൊട്ടക്ടർ ഇൻസ്റ്റാളേഷൻ ഗൈഡ്, നാക്കിൻ്റെ ഇത് തരണം കേട്ടോ അവർ. ഇതിൽ നമുക്ക് ഈ സംഭവം അറിയാൻ പറ്റും. ഒരു മിനിറ്റ് ഇതൊന്ന് ഇതാക്കി വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സോ ഇതാണ് വരണത്. സോ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണമാണുള്ളത്. ടോപ്പ് ട്യൂബുമേയും വേണമെങ്കിൽ ഒട്ടിക്കാം, ഡൗൺ ട്യൂബുമേയും ഒട്ടിക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം ടോപ്പ് ട്യൂബുമേ ഒട്ടിക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ടോപ്പ് ട്യൂബിന് അളവനുസരിച്ച് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് ഇത് എക്സ്റ്റൻഷനുകളാണ്. ടോപ്പ് ട്യൂബ് ഡൗൺ ട്യൂബ് എക്സ്റ്റൻഷൻ ഇൻ കേസ് വേണമെങ്കിൽ ഒട്ടിക്കാം. അതുപോലെ തന്നെ സ്റ്റീറർ ട്യൂബ് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കേബിള് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഉള്ളത്. അതും നമുക്ക് അവിടെ ഒട്ടിക്കാം. പിന്നെ നമുക്ക് വേറെ വരണത് ഇതിൻ്റെ താഴെ സീറ്റ് ട്യൂബിൻ്റെ അടിയിലാണ് കേട്ടോ. 4ാമത്തെ സീറ്റ് ട്യൂബ് ഈ ഭാഗം കേട്ടോ, സൈക്കിളിൻ്റെ ഈ ഭാഗം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിയർ ഫ്രെയിം ഒട്ടിക്കുക കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളവും കാര്യങ്ങളും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തമ്പനയിൽ എടുക്കാൻ വേണ്ടി കുറച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സാധനം ഇങ്ങനെ ഞങ്ങൾ എടുക്കുക. നമ്മുടെ PPF ഒട്ടിക്കുന്ന പോലെ തന്നെ കേട്ടോ ഈ സാധനം ഒട്ടിക്കേണ്ടത്. ഇതാണ് സാധനം വരുന്നത്, ഫ്രെയിം പ്രൊട്ടക്ടർ ഫിലിം കേട്ടോ. ഇതാണ് സാധനം. സോ ഇത് മിഡിലായിട്ട് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഈ സാധനം മിഡിലായിട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. എവിടെയാണ്? ഓക്കെ, ഇത് അങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം പ്രൊട്ടക്റ്റഡ് ആയിട്ടാ. ഇനി ഇവിടെ കയറി ഇരിക്കുമ്പോൾ ഡ്രസ്സ് കൊണ്ട് ഒരയെ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഒരയെ ആ ഒരു പേടി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ മെയിൻ യൂസ് വരുന്നത് കേട്ടോ. സോ ഇത് നല്ലോണം അങ്ങോട്ട് ഒട്ടിച്ച് പിടിപ്പിക്കണം കേട്ടോ. ബബിൾ ഇല്ലാണ്ട് ഒട്ടിക്കണം. അതെനിക്ക് വലിയ കഴിവില്ല അതിനുള്ളത്. സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ് ഗൈസ്. സോ അടുത്തത് നമുക്ക് സ്റ്റീറർ ട്യൂബ് ഒട്ടിക്കുക കേട്ടോ. സ്റ്റീറർ ട്യൂബ് ഒട്ടിക്കാം. 3ാമത്തെയാണ് സ്റ്റീറർ ട്യൂബ് വരുന്നത് കേട്ടോ. 3ാമത്തെ. അതിന് വേണ്ടി കുറച്ച് ഇതെടുക്കാം. അതുപോലെ തന്നെ ഈ ഇത് കൊടുക്കാം കേട്ടോ, ക്ലിപ്പ് കൊടുക്കാം. ഇവിടെ ഫസ്റ്റത്തെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബബിളൊക്കെ എനിക്ക് പറ്റാവുന്നിടത്തോളം മാക്സിമം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാൻ പറ്റാൻ ചാൻസ് വളരെ കുറവായിരിക്കും കേട്ടോ. ഇവിടെ അറിയാൻ പറ്റും, ഇവിടെയാണ് ഇല്ലാത്തത്. നമുക്ക് നെക്സ്റ്റ് വരണത് ഈ ക്ലിയർ ഫ്രെയിം ഇവിടെയാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ. ഇവിടെ ഒട്ടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റബ്ബറിൻ്റെ ബുഷ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി ഒരു റബ്ബർ ബുഷ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ ഒട്ടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ ഒരു സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും. 1-2 റൈഡ് കഴിഞ്ഞതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ യൂസ് ആക്ച്വലി വരണത് നമ്മളിപ്പോൾ സൈക്കിള് ജസ്റ്റ് ബാക്കോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കേബിൾ ഇവിടെ മുട്ടിയിട്ട് ഒരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് കണ്ട, ഇവിടെ ഒരയണത് കണ്ട, അത് ഇവിടെ ഒരയാതിരിക്കാൻ നോക്കിയേ. കണ്ട, ഇവിടെ ഒരയണത് കണ്ട. ഇവിടെ ഒരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു റബ്ബറിൻ്റെ ബുഷ് ഉണ്ട്
സോ അത് നമുക്ക് വേണമെങ്കിൽ ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ 2 സൈഡിലും ഒട്ടിക്കേണ്ട ആ സ്റ്റീറർ ട്യൂബിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ചെറിയ ഇത് കണ്ടില്ലേ അത്. നമുക്ക് ഇനി എക്സ്ട്രാ ഇതുള്ളത് സി ട്യൂബിൻ്റെ അവിടെ ഓൾറെഡി എക്സ്ട്രാ നമുക്ക് ഇരിക്കുന്നുണ്ട്. സി ട്യൂബാണ് ഇത്, ഫുള്ള് സി ട്യൂബിൻ്റെയാണ് എക്സ്ട്രാ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇതിരിക്കുന്നുണ്ട്, എക്സ്റ്റൻഷൻ ഇരിക്കുന്നുണ്ട്. സ്റ്റീറർ ട്യൂബ്, ഡൗൺ ട്യൂബ്, ടോപ്പ് ട്യൂബ്, ഡൗൺ ട്യൂബ്, എക്സ്റ്റൻഷനാണ്. ഇതാണ് എക്സ്റ്റൻഷൻ വരുന്നത് കേട്ടോ. എക്സ്റ്റൻഷൻ വിച്ച് മീൻസ് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒട്ടിക്കാം. ഇവിടെയും വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. സോ അത് നമുക്ക് ഇവിടെ ഫുള്ള് ഫിനിഷ് ചെയ്യാം എക്സ്റ്റൻഷൻ വെച്ചിട്ട്. അതിന് അളവെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് കണ്ടിന്യൂവേഷൻ ആയിട്ട് കേട്ടോ. ജസ്റ്റ് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇതിൻ്റെ പകുതിക്ക് ഇവിടേക്ക് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എക്സ്റ്റൻഷൻ കട്ട് ചെയ്തിട്ട് വരാം. ഇവിടെ ഓൾറെഡി വെള്ളത്തിൻ്റെ നനവുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഈ സാധനം സ്പ്രേ ചെയ്യാം കേട്ടോ. ജസ്റ്റ് വാട്ടറാണ്, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വിടാം. ഓക്കെ അത്ര മതി കേട്ടോ. അതിന് ശേഷം ഫസ്റ്റത്തെ ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇത് കീറിയിട്ട് ജസ്റ്റ് ഞാനിത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണതാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്തിട്ടും ഒട്ടിക്കാൻ പറ്റും. യെസ്, സോ നമുക്കത് ഇവിടെ ഒട്ടിക്കാം കേട്ടോ, ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട്. അങ്ങനെ ദേ ഫൈനലി നമ്മുടെ 2 മഡ് ഗാർഡും അതുപോലെ തന്നെ എക്സ്റ്റൻഷനും ബാക്കിലത്തെ ഇതും PPFും റഗഡ് PPFും എല്ലാം ഒട്ടിച്ചിട്ട് നമ്മുടെ ബൈക്ക് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു സംഭവം നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം വളരെ യാദർശികമായിട്ട് എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ബൈക്കാണ് കേട്ടോ പോളിങ്ങിൻ്റെ സിസ്ക്യൂ D7. ഒട്ടും പ്ലാനില്ലാതെ പോയി എടുത്തിട്ടുള്ളൊരു ബൈക്കാണ്. എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അത് മൈ ബൈക്ക് ചെക്ക് വീഡിയോയിൽ ഞാൻ പറയാം. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ നാക്കിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന പ്രൊഡക്ട്സാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സാണ്. ആ റോക്ക് ഷോക്കിൻ്റെ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചത് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി കൊണ്ട് അവിടെ ചെറിയൊരു പാട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് റോക്ക് ഷോക്കിൻ്റെ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചത്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നാക്കിൻ്റെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ വെക്കാനും എല്ലാം ഈസി ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ചിട്ടുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനി വേറെ എവിടെയെങ്കിലും എക്സ്ട്രാ വെക്കണമെന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പയ്യെ സൈക്കിൾ കൊണ്ട് പുറത്തിറങ്ങാൻ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ PPFും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നാളെ 6 മണിക്ക് കാണാം ഒരു ഓഫ് റോഡിങ് കിഡിലൻ അർബൻ ഫ്രീ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് റൈഡിങ് വീഡിയോ, ടെസ്റ്റിംഗ് മൈ ന്യൂ ബൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വരും കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.